എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ക്യാനൻ പൊട്ടിത്തെറിച്ച് ആ ടൗൺ ഫുള്ള് നശിക്കുന്നതാണ് കാണിക്കുന്നത്. സോറോ ഇഞ്ചോർഡ് ആയിരുന്നിട്ടും ലൂഫിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പം നാമിയാണെങ്കിൽ ലൂഫിനോട് ചോദിക്കുന്നുണ്ട് ഇവൻ ആരാന്ന്. അപ്പോൾ തിരിച്ച് സോറോ ചോദിക്കുന്നുണ്ട് ലൂഫി ഇവളാരാന്ന്. ലൂഫി അറിയുവാണ് ഇതാണ് നമ്മുടെ നാവിഗേറ്റർ എന്ന്. സോറോ ആണെങ്കിൽ എന്നിട്ട് ലൂഫിനെ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. സോറോയുടെ ഇഞ്ചുറിയിൽ നിന്ന് ബ്ലഡ് വന്നിട്ടും സോറോ ലൂഫിനെ എടുത്തുകൊണ്ട് തന്നെ പോവാം. അപ്പോൾ നാമി ആണെങ്കിൽ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് ഇവൻ എന്തിനാ ഇത്രയൊക്കെ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന, ഇവനും ഒരു പൈറേറ്റ് അല്ലേ. അടുത്ത സീനിൽ കാണിക്കുന്നത് ക്യാപ്റ്റൻ വാഗീനെയാണ്. പുള്ളിയാണെങ്കിൽ ഭയങ്കര കലിപ്പായിട്ട് നിൽക്കുവാണ്. പുള്ളിക്ക് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ക്രൂവിലെ പവർഫുൾ ആയിട്ടുള്ള 2 പേരെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ അയാൾ ചോദിക്കുന്നുണ്ട് സോറോയുടെ തല ഞാൻ എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇല്ല. സോറോ ആണെങ്കിൽ ഭയങ്കര ക്ഷീണിച്ച് അവിടെ വീഴുവാണ്. അപ്പോൾ ഇവർ വന്ന് നിൽക്കുന്നത് ഒരു പെറ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ആൻഡ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പട്ടി നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ലൂഫി ആണെങ്കിൽ ഈ പട്ടിക്ക് ചത്തോ ജീവനുണ്ടോ ഇത് അനങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പട്ടീൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം പട്ടിയാണെങ്കിൽ ലൂഫിനെ കടിക്കുകയാണ്. സെയിം ടൈം സോറോ ആണെങ്കിൽ കുറേ ബ്ലഡൊക്കെ പോയ കാരണം അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴുവാണ്. അപ്പം നാമി അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ലൂഫിനോട് പറയുവാണ് എനിക്ക് അങ്ങനെ ആരെയും ഓവ് ചെയ്യുന്ന ഇഷ്ടമല്ല, സോ കീ എന്നും പറഞ്ഞ് ലൂഫിക്ക് ആ കേസിൻ്റെ കീ കൊടുക്കുവാണ്. ലൂഫി അത് എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഡോഗ് ആണെങ്കിൽ ആ കീ തിന്നുവാണ്. അപ്പം ലൂഫി ആണെങ്കിൽ ഈ ഡോഗിനെ പിടിച്ച് കുടയുവാണ് എൻ്റെ കീ ഇതാന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടുത്തെ ടൗൺ മേയർ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ചോദിച്ചവനെ ആരാ പുള്ളി ചെയ്തതെന്ന്. എന്നിട്ട് പുള്ളി നോക്കുന്ന സമയത്ത് സോറോ ആണെങ്കിൽ അവിടെ ബ്ലഡൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്ന കാണുവാണ്. പുള്ളി വന്നിട്ട് നേരെ സോറോനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. എന്നിട്ട് പുള്ളി തിരിച്ചു വരുന്ന സമയത്ത് ലൂഫി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് സോറോക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി പറയും സോറോ അവൻ പറഞ്ഞ് അവൻ ഓക്കെ ആണെന്ന്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പറയുവാണ്. അപ്പോൾ നാമി ആണെങ്കിൽ മേയറിനോട് ചോദിക്കുന്നുണ്ട് ഈ ഡോഗ് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന്. അപ്പോൾ മേയർ പറയുകയാണ് ഈ പെറ്റ് ഫുഡ് ഷോപ്പ് ഇവനാണ് ഗോഡ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് മേയർ പറയുകയാണ് ഈ ഷോപ്പിൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടാണ്, ഇപ്പം അവന് പകരം ഇവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഒരു 3 മാസത്തിന് മുന്നേ ഷോപ്പ് ഓണർ ഒരു ഇൽനെസ് വന്ന് മരിച്ചുപോയി. അപ്പോൾ നാമി ചോദിക്കുന്നുണ്ട് അപ്പം ഇവൻ ഇപ്പോഴും ഈ ഷോപ്പ് ഓണറേയും കാത്താണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മേയർ പറയുന്നു അങ്ങനെ എല്ലാവരും പറയുന്നത്, പക്ഷേ ഇവൻ ഭയങ്കര സ്മാർട്ടാണ്, ഇവൻ അറിയാൻ പുള്ളി മരിച്ചു പോയിട്ടുണ്ടെന്ന്, ഇവനും പുള്ളിയുടെയും ട്രഷറായിരുന്നു ഈ ഷോപ്പ്, സോ അതുകൊണ്ടാണ് ഇവൻ ഈ ഷോപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതിനെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ നമ്മൾ കുറേ നോക്കിയതാണ്, പക്ഷേ ഈ ഡോഗ് ഇവിടെ നിന്ന് അനങ്ങത്തേ ഇല്ല എന്ന് പറയുവാണ്. സെയിം ടൈമാണ് മറ്റേ ക്യാപ്റ്റൻ വാഗയുടെ ക്രൂമേറ്റ്സ് ആയിട്ടുള്ള അവരിങ്ങോട്ട് വരുന്നത്. ഈ പുള്ളിയുടെ പേരാണ് മോജി എന്ന് പറയുന്നത്. മോജിക്ക് ബീച്ചിനെയൊക്കെ ടേം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം പുള്ളി വരുന്ന സൗണ്ട് കേട്ടുകൊണ്ട് മേയറാണെങ്കിൽ നാമിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുവാണ്. അപ്പോൾ ലൂഫി ആണെങ്കിൽ ഈ ഡോഗിനോട് കീ തരാനൊക്കെ പറയുന്നുണ്ട്. പുള്ളി നേരെ ലൂഫിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നിൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൂഫി ചോദിക്കും നീ ആരാന്ന്. അപ്പോൾ പുള്ളി തിരിച്ചു പറയുന്നുണ്ട് ഞാൻ ബഗ്ഗി പൈറേറ്റ്സിലെ മെമ്പറാണ്, മോജി എന്നാണ് എൻ്റെ പേരെന്ന് പറയുവാണ്. എന്നിട്ട് അവൻ ലൂഫിനോട് ചോദിക്കുന്നുണ്ട് സോറോ എവിടെയാണ്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് ഞാൻ പറയത്തില്ലെന്ന്. എന്നിട്ട് പുള്ളിയുടെ ബീസ്റ്റ് ആയിട്ടുള്ള റിച്ചിനോട് ലൂഫിനെ അറ്റാക്ക് ചെയ്യാൻ പറയുകയാണ്. റിച്ചി ആണെങ്കിൽ ആ കേസൊക്കെ പൊടിച്ച് ലൂഫിനെ അവിടെ നിന്ന് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് ഈ റിച്ചി ആണെങ്കിൽ ആ പെറ്റ് ഷോപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോഗ് ആണെങ്കിൽ അവിടെ നിന്ന് കുറേ കൊരയ്ക്കുന്നുണ്ട്. അടുത്ത സീനിൽ ലൂഫി ആണെങ്കിൽ നേരെ ചെന്നിൽ അവരുടെ മുന്നിലോട്ടാണ് വീഴുന്നത്. അപ്പം നാമിയും മേയറും ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും എങ്ങനെയാ ജീവനോട് ഇരിക്കുന്നത് എന്ന്. എന്നിട്ട് മേയർ ആണെങ്കിൽ ലൂഫിനോട് ചോദിക്കുവാണ് നിൻ്റെ പർപ്പസ് എന്താണ്, നീ എങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയത്. അപ്പോൾ ലൂഫി പറയുകയാണ് എൻ്റെ പർപ്പസ് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്, എനിക്ക് ഗ്രാൻഡ് ലൈനിൻ്റെ മാപ്പും വേണം, ഒരു നാവിഗേറ്ററേയും വേണം. എന്നിട്ട് ലൂഫി പറയുകയാണ് അവൻ സോറോനെ തപ്പി വന്നതാണ്, സോ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ലൂഫി നേരെ അങ്ങോട്ട് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ റിച്ചി ആണെങ്കിൽ നമ്മുടെ ഡോഗിനെ ബുള്ളി ചെയ്യുവാണ്. ഡോഗ് ആണെങ്കിൽ ആ ഷോപ്പിനെ ഗാർഡ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഒരടി മാറുന്ന പോലുമില്ല. റിച്ചിയുടെ ഓരോ അടിയിലും ഈ ഡോഗിനാണെങ്കിൽ അവൻ്റെ പഴയ മാസ്റ്ററേയും പുള്ളിയായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുവാണ്. ഇവരാണെങ്കിൽ എന്നിട്ട് ആ ഷോപ്പ് അവിടെ കത്തിച്ച് നശിപ്പിച്ചിട്ട് പോവാണ്. ഈ സെയിം ടൈമാണ് ലൂഫി അങ്ങോട്ട് വരുന്നത്. ലൂഫി ആണെങ്കിൽ നേരെ ഈ മോജിയുടെ ഒക്കെ മുന്നിലാണ് വരുന്നത്. അപ്പോൾ മോജി ചോദിക്കുന്നുണ്ട് നിന്നെ ഞാനിപ്പോൾ കൊന്നതല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ ലൂഫി പറയുന്നത് ഞാൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മരിക്കൂല. എന്നിട്ട് ലൂഫി ആണെങ്കിൽ ഈ റിച്ചിനെ ചുറ്റി കറക്കി തറക്കെടുത്തിട്ട് അടിക്കുവാണ്. അപ്പം മോജി ആണെങ്കിൽ പേടിച്ചുവാണ്. മോജി പറയുന്നുണ്ട് നിനക്ക് ഡബിൾ ഫ്രൂട്ടിൻ്റെ പവറൊക്കെ ഉണ്ടോ, ഞാൻ അപ്പോളജൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറയുക. അപ്പം ലൂഫി പറയുക ഇനി നീ അപ്പോളജൈസ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ വെച്ച് കിക്ക് ചെയ്യുവാണ്. തിരിച്ചങ്ങോട്ടേക്ക് ഓടി വരുന്ന നാമിയാണെങ്കിൽ ഈ ഡോഗ് ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നാമി പറയുന്നുണ്ട് ഈ പൈറേറ്റ്സ് എല്ലാം കണക്കാന്ന് പറയണം. അപ്പോഴാണ് ലൂഫി അങ്ങോട്ട് വരുന്നത്.
അപ്പോൾ ലൂഫിനോടും നാമി പറയുകയാണ് ഈ പൈറേറ്റ്സ് എല്ലാം കണക്കാം, എല്ലാവർക്കും പ്രിയപ്പെട്ടതിനെ അവർ വേറൊന്നും ചിന്തിക്കാതെ നശിപ്പിക്കും, മേ ബി നീയും അങ്ങനെ ആയിരിക്കും, സോ നീ ഒരു ക്രൂവിനെയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ വെച്ച് ഞാൻ അതിനെ കൊല്ലാൻ പോവാന്ന് പറയുകയാണ്. അപ്പോൾ മേയർ ഓടി വന്ന് അത് തടയൊക്കെ ചെയ്യുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ കയ്യിലിരിക്കുന്ന ഒരു ലാസ്റ്റ് ബാഗ് പെറ്റ് ഫുഡ് നേരെ കൊണ്ടുപോയി ഡോഗിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അതിനോട് പറയുവാണ് എനിക്കിത് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം അവൻ തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുവാണ്. അപ്പോഴാണ് നാമി റിയലൈസ് ചെയ്യുന്നത് ഇവൻ ഈ ഫൈറ്റ് ചെയ്തതൊക്കെ ഈ ഡോഗിന് വേണ്ടിയിട്ടാണെന്ന്. ഈ ഡോഗാണെങ്കിൽ ലൂഫിൻ്റെ അടുത്ത് ബാർക്ക് ചെയ്ത് കാണിക്കുവാണ്, എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സെയിം ടൈം മോജി ആണെങ്കിൽ തിരിച്ച് നേരെ ബാഗിയുടെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ ബാഗി ചോദിക്കുന്നുണ്ട് സോറോ ആണ് നിന്നെ ഡിഫീറ്റ് ചെയ്തോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ മോജി പറയുന്നുണ്ട് സോറോ അല്ല, ആ സ്ട്രോ ഹാറ്റ് ആണ്. എന്നിട്ട് അവന് ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ ഉണ്ടെന്ന് പറയാൻ പോകുന്ന സമയത്ത് മോജി ആണെങ്കിൽ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴുവാണ്. അപ്പോൾ ഉടനെ ബാഗി ആണെങ്കിൽ കലിപ്പായിട്ട് പറയുവാണ് എൻ്റെ സ്പെഷ്യൽ ബാഗി ബോൾസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്ക്, ഈ എൻ്റെ ടൗൺ ഞാൻ ഇപ്പോഴത്തേന് നശിപ്പിക്കാൻ പോവാന്ന് പറയുക. സെയിം ടൈം നാമി ആണെങ്കിൽ ലൂഫിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി അത് ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈം ഒരു ബാഗി ബോൾ നേരെ വന്ന് ഈ മേയറിൻ്റെ വീടും പൊളിച്ചുകൊണ്ട് അവിടെ വീഴുവാണ്. അപ്പോഴാണ് ഇവർ ആലോചിക്കുന്നത് സോറോ അതിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്നത്. അപ്പം ലൂഫി ആണെങ്കിൽ സോറോ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. സോറോ അവിടെ എണീറ്റ് വരികയും ചെയ്യുന്നുണ്ട്. ഈ ടൈം മേയർ പറയുവാണ് ഞാൻ ഈ ടൗണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവാണ്, 40 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ടൗണിനെ ഇങ്ങനെ ആക്കിയെടുത്തത്, ഞങ്ങളിവിടെ കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് ഞങ്ങളാണ് ഇവിടെ വീടൊക്കെ വെച്ചത്, അതിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല, ഇതിനെ എനിക്ക് നോക്കിയിരിക്കാനും പറ്റത്തില്ല എന്ന് പറയുവാണ്. എന്നിട്ട് പുള്ളി ഞാൻ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മേയർ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോൾ ലൂഫിയും സോറോയും ആണെങ്കിൽ പുള്ളിയുടെ കൂടെ തന്നെ പോവാണ്. ലൂഫി പറയുന്നുണ്ട് എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമായി, അയാളെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലൂഫി അങ്ങോട്ട് പോവാണ്. എന്നിട്ട് നാമിനോട് പറയുന്നുണ്ട് നാമി നീ ഞങ്ങളുടെ ക്രൂവിൽ ചേരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാമി പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരു പൈറേറ്റ് ആവത്തില്ല. എന്നിട്ട് ലൂഫിനോട് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗോൾ കോമൺ ആയതുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുവാണ്. സെയിം ടൈം സെക്കൻഡ് ഷോട്ട് ഫയർ ചെയ്യാൻ പോവാണ് ബാഗി. അപ്പോഴാണ് മേയർ അങ്ങോട്ട് വരുന്നത്. മേയർ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവാൻ, നീ എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് ഫൈറ്റ് ചെയ്യുന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഈ ബാഗി ആണെങ്കിൽ ഈ ബാഗിയുടെ കൈ മാത്രം വന്നിട്ട് മേയറിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുവാണ്, മേയറിനെ ഇങ്ങനെ പൊക്കി പിടിക്കുവാണ്. ആ ടൈമാണ് ലൂഫി അങ്ങോട്ട് വരുന്നത്. ലൂഫിയുടെ കൂടെ സോറോയും നാമിയും എല്ലാവരും. ലൂഫി ആണെങ്കിൽ ക്യാപ്റ്റൻ ബാഗിനോട് ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ പോവാന്ന് പറയുന്നിടത്ത് വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.